പതിഞ്ഞ കാൽവെപ്പുകളോടെ ടോട്ടോച്ചാൻ നടന്നു. ഇടയ്ക്കിടെ മുഖമുയർത്തി അവളെ നോക്കിക്കൊണ്ട് പിന്നാലെ റോക്കിയും. ടോട്ടോ ഇങ്ങനെ സഞ്ചരിക്കുക സാധാരണമല്ല. തനിക്കാവുന്നത്ര വേഗത്തിൽ ഓടുക, കളഞ്ഞുപോയ എന്തെങ്കിലുമൊക്കെ തിരിഞ്ഞ് അങ്ങുമിങ്ങും അലയുക, അന്യരുടെ കൃഷിയിടങ്ങളുടെയും ഉദ്യാനങ്ങളുടെയും ഒക്കെ വേലിപ്പത്തലുകൾ ഒന്നൊന്നായി ചാടിക്കടന്ന് ഓടുക, ഇതൊക്കെയാണ് അവളുടെ പതിവ്. പക്ഷെ ഇപ്പോൾ അവരിരുവരും പോകുന്നത് അച്ഛൻ്റെ പരിശീലന കളരിയിലേക്കാണ്, ജനാലയ്ക്ക് അരികിൽ നിന്ന് ഒളിഞ്ഞു നോക്കാൻ. അച്ഛനും കൂട്ടരും സംഗീത പരിശീലനം നടത്തുന്ന ആ ഹാളിലെത്താൻ ടോട്ടോയുടെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് നടക്കണം. വയലിനിസ്റ്റായ അച്ഛനാണ് കൺസേർട്ട് മാസ്റ്റർ, അതായത് പ്രധാന വാദ്യക്കാരൻ. ടോട്ടോച്ചാൻ ഒരിക്കൽ അച്ഛനോടൊപ്പം ഒരു സംഗീത പരിപാടിക്ക് പോയിട്ടുണ്ട്. അന്ന് കച്ചേരിയുടെ അന്ത്യരംഗം അവളെ തികച്ചും അത്ഭുതപ്പെടുത്തി. കയ്യടി ഒടുങ്ങിയതും ശരീരമാസകലം വിയർപ്പോടെ കണ്ടക്ടർ കാഴ്ചക്കാരെ വന്ദിച്ചു. ശേഷം തന്റെ പ്രത്യേക പ്ലാറ്റ്ഫോമിൽ നിന്നിറങ്ങി അച്ഛൻ്റെ അടുക്കലേക്ക് വന്നു. അച്ഛനായിരുന്നു അന്ന് വയലിൻ വായിച്ചിരുന്നത്. അദ്ദേഹം അച്ഛൻ്റെ കൈ പിടിച്ച് കുലുക്കി. അച്ഛൻ എഴുന്നേറ്റ് നിന്നു. അപ്പോഴേക്കും ഓർക്കസ്ട്രയിലെ എല്ലാ അംഗങ്ങളും എഴുന്നേറ്റു. ടോട്ടോച്ചാൻ ഇങ്ങനെ ഒരു രംഗം ആദ്യമായി കാണുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അല്പം ചിന്താക്കുഴപ്പത്തിലായി. അവരെന്തിനാ കൈ പിടിച്ചു കുലുക്കണേ? അവൾ പിന്നീട് അച്ഛനോട് അന്വേഷിച്ചു. അതേ, നന്നായി വായിച്ചതിന് കണ്ടക്ടർ ഓർക്കസ്ട്രയിലെ എല്ലാവരോടുമായി നന്ദി പറയുകയാണ്. എല്ലാവരോടുമുള്ള നന്ദി ഒരാളുടെ കൈ പിടിച്ച് കുലുക്കി അറിയിക്കുന്നു, അത്രയുള്ളൂ, അമ്മ വിശദീകരിച്ചു കൊടുത്തു. അച്ഛൻ്റെ റിഹേഴ്സൽ ഹാളിലേക്ക് പോകാൻ ടോട്ടോച്ചാൻ എന്നും നല്ല ഉത്സാഹമായിരുന്നു. അവിടെ സ്കൂളിലെ പോലെയല്ല. സ്കൂളിലാകെ കുട്ടികളാണെങ്കിൽ ഇവിടെ അതുപോലെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ മുതിർന്നവരാണ്. വാദ്യോപകരണങ്ങൾ കൊണ്ട് മനോഹരമായി പാടുന്നവർ. ഏറ്റവും രസം അച്ഛൻ്റെ കൂട്ടത്തിലെ കണ്ടക്ടറായിരുന്ന റോസൻ സ്റ്റോക്കിന്റെ നാവിൽ നിന്ന് വീഴുന്ന മുറിഞ്ഞ ജാപ്പനീസ് ആണ്. ജോസഫ് റോസൻ സ്റ്റോക്കിനെ കുറിച്ച് അച്ഛൻ അവൾക്ക് വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യൂറോപ്പിലെ അതിപ്രശസ്തനായ ഒരു മ്യൂസിക് കണ്ടക്ടറായിരുന്നു അദ്ദേഹം. പക്ഷേ ഹിറ്റ്ലർ എന്നൊരാൾ അവിടെ ആകെ കുഴപ്പമുണ്ടാക്കിയത്രേ. അയാളുടെ ദ്രോഹ പ്രവൃത്തികൾ കാരണം പാവം റോസൻ സ്റ്റോക്കിന് നാടുവിടേണ്ടി വന്നു. അലഞ്ഞ് തിരിഞ്ഞ് ഒടുവിൽ തന്റെ സംഗീത നൈപുണ്യവുമായി അദ്ദേഹം എത്തിയത് ജപ്പാനിലാണ്. അച്ഛന് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ഹിറ്റ്ലർ ജൂതന്മാരെ ആകെ പീഡിപ്പിക്കാൻ തുടങ്ങിയ ഒരു കാലമായിരുന്നു അത്. പക്ഷേ അത്തരം ലോക സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി നമ്മുടെ പാവം കൊച്ചു ടോട്ടോ എങ്ങനെ അറിയാനാണ്? അന്ന് അതൊക്കെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ റോസൻ സ്റ്റോക്ക് ഒരു കാലത്തും ജപ്പാനിലെത്തുകയില്ലായിരുന്നു. സംഗീതകാരൻ കൊസ്കാക് യമാദ സ്ഥാപിച്ച ഓർക്കസ്ട്ര ഇത്രയേറെ ഇങ്ങനെ വളരെ പെട്ടെന്ന് പുരോഗമിക്കുകയും ഇല്ലായിരുന്നു. ഓർക്കസ്ട്രയുടെ ഈ ഉയർച്ചയ്ക്ക് കാരണം ലോക നിലവാരമുള്ള റോസൻ സ്റ്റോക്കിന്റെ കഠിന പ്രയത്നമാണ്. അത് അച്ഛൻ എപ്പോഴും പറയും. ഈ സംഘം യൂറോപ്പിലെ ഒന്നാം കിട വാദ്യ സംഘങ്ങളുടെ നിലവാരം പുലർത്തണമെന്നത് റോസൻ സ്റ്റോക്കിന് അതീവ നിർബന്ധമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഓരോ റിഹേഴ്സലിന്റെയും അന്ത്യത്തിൽ തൃപ്തി വരാതെ റോസൻ സ്റ്റോക്ക് അലറും, ഹോ, ഞാനിങ്ങനെ തല അറഞ്ഞു ശ്രമിച്ചിട്ടും നിങ്ങൾക്കാർക്കും ഒരു കുലുക്കവുമില്ലല്ലോ. കഴിവിന്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് സർ. സെലോ വായിക്കുന്ന ഹിദിയോ സെയ്തോ എല്ലാവരെയും പ്രതിനിധീകരിച്ച് ധൈര്യപൂർവ്വം പറയും. തെറ്റിദ്ധരിക്കരുത്, ഞങ്ങളുടെ സങ്കേതങ്ങൾ ഇനിയും അങ്ങയുടെ അത്ര മെച്ചപ്പെട്ടിട്ടില്ല. അല്ലാതെ മനഃപൂർവ്വം ഞങ്ങൾ തെറ്റുവരുത്തുന്നതല്ല, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഹിദിയോ സെയ്തോ നന്നായി ജർമ്മൻ സംസാരിക്കുമായിരുന്നു. റോസൻ സ്റ്റോക്ക് വിശ്രമിക്കുകയാണെങ്കിൽ ഷോ കണ്ടക്ട് ചെയ്യുക അദ്ദേഹമാണ്. ഈ കൂട്ടക്കുഴപ്പത്തിനിടയിൽ ജനാലയ്ക്കിൽ നിൽക്കുന്ന ടോട്ടോച്ചാനെ സാധാരണഗതിയിൽ ആരും ശ്രദ്ധിക്കാറില്ല. ചിലപ്പോഴാകട്ടെ റോസൻ സ്റ്റോക്കിന്റെ മുഖം ചുവന്നു തുടുക്കും, ചുണ്ടുകൾ വിറയ്ക്കും, തലയിൽ നിന്ന് നീരാവി പുകഞ്ഞു പോകുന്നത് പോലെ തോന്നും. അദ്ദേഹത്തിന്റെ തലമുടിയൊക്കെ ഇപ്പോ മുകളിലേക്ക് വരുമോ എന്ന് ടോട്ടോച്ചാന് തോന്നിപ്പോകും. ആ അവസരങ്ങളിൽ അദ്ദേഹം ജർമ്മനിയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേൾക്കാം. ഇത്തരം അവസരങ്ങളിൽ അവൾ ആ പ്രിയപ്പെട്ട ജനാലപ്പാളിക്കടുത്തുനിന്ന് പതുക്കെ പുറകോട്ട് മാറും, പിൻവലിയും. റോക്കിയോടൊപ്പം ശ്വാസമടക്കി അവൾ താഴെ തറയിൽ പമ്മിയിരിക്കും. പിന്നെ വീണ്ടും ഉയരുന്ന സംഗീത വീജികൾക്കായി ചെവി വട്ടം പിടിക്കും.
സംഗീതമുയർന്ന അവൾ വീണ്ടും എണീറ്റ് ജനാലയ്ക്കിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കും. പക്ഷേ മറ്റെല്ലായ്പ്പോഴും ഇതുപോലെ ബഹളം വെക്കാത്ത അവസരങ്ങളിൽ റോസൻസ്റ്റോക്ക് നല്ല രസികനും സംസാരപ്രിയനുമാണ്. അദ്ദേഹം ജാപ്പനീസ് സംസാരിക്കുന്ന കേൾക്കാൻ ബഹുരസമാണ്. അച്ഛന്റെ വായനയിൽ തൃപ്തി വന്നാൽ വിചിത്രമായ ജാപ്പനീസ് ഉച്ചാരണത്തോടെ അദ്ദേഹം തല കുലുക്കും. നന്നായി, വളരെ നന്നായി കൊറിയോനാഗിസാൻ, അദ്ദേഹം പറയും. ഗംഭീരം, ഇന്ന് ഗംഭീരമായിട്ടുണ്ട്. ടോട്ടോച്ചാൻ പരിശീലന മുറിക്കുള്ളിൽ ഒരിക്കൽ പോലും കയറിയിട്ടില്ല. ജനാലയിലൂടെ എത്തി വലിഞ്ഞു നോക്കാനും ചെവി വട്ടം പിടിച്ച് പുറത്തു നിന്ന് കേൾക്കാനുമാണ് അവൾക്കിഷ്ടം. ഇടയ്ക്കൊന്ന് നിർത്തി സിഗരറ്റ് പുകയ്ക്കാനായി പാട്ടുകാർ പുറത്തേക്ക് വരുമ്പോഴാണ് ജനാലയ്ക്കൽ നിൽക്കുന്ന ടോട്ടോച്ചാനെ അച്ഛൻ മിക്കവാറും കാണുക. ആഹാ, എന്റെ ടോട്സ്കി എത്തിയല്ലോ, അച്ഛൻ പറയും. അവളെ കാണുകയാണെങ്കിൽ റോസൻസ്റ്റോക്ക് മുതിർന്ന ഒരാളെ കാണുന്നത് പോലെ തന്നെ അഭിവാദ്യം ചെയ്യും. എന്നിട്ട് അടുത്തേക്ക് വരും. ഗുഡ് മോർണിംഗ്, അദ്ദേഹം തന്റെ മുറി ജാപ്പനീസ് അവളോട് പ്രയോഗിക്കും. അവളൊരു വലിയ കുട്ടിയായി കഴിഞ്ഞുവെങ്കിലും അദ്ദേഹം ഒരു കൈക്കുഞ്ഞിനെ എന്ന പോലെ അവളെ കോരിയെടുത്ത് കവിളിൽ ഉമ്മ വയ്ക്കും. അപ്പോൾ നേരിയ ഒരു അമ്പരപ്പ് തോന്നാറുണ്ട് എങ്കിലും അവൾക്ക് റോസൻസ്റ്റാക്കിന് വലിയ ഇഷ്ടമാണ്. ആകർഷകമായിരുന്നു അദ്ദേഹത്തിന്റെ രൂപം. നേർത്ത വെള്ളിക്കാലുകളുള്ള കണ്ണട, വലിയ മൂക്ക്, അത്ര ഉയരമില്ലാത്ത ശരീരം, ഒരു കലാകാരന്റേതായ എല്ലാ ലക്ഷണങ്ങളും ഒറ്റ നോട്ടത്തിൽ തന്നെ റോസൻസ്റ്റോക്കിൽ വ്യക്തമാണ്. ടോട്ടോച്ചാൻ അച്ഛന്റെ പരിശീലന മുറിയെ സ്നേഹിച്ചു. പുറമെ പൊട്ടിപ്പൊളിഞ്ഞതാണെങ്കിലും പാശ്ചാത്യ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന അച്ഛന്റെയും കൂട്ടുകാരുടെയും പരിശീലന മുറി. അകലെ സെൻസൊക്കു ജലാശയത്തിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റ് ഗാനശകലങ്ങളെ ചിലപ്പോഴൊക്കെ പഴകിയ സംഗീതശാലയ്ക്കപ്പുറത്ത് ഏതോ വിദൂര സ്ഥലികളിലേക്ക് വാരിയെടുത്തുകൊണ്ടുപോയി. സ്വർണ്ണ നിറമുള്ള കിങ്ക്യോ മത്സ്യങ്ങളുമായി നടന്നകലുന്ന ഒരു മീൻകാരന്റെ ശബ്ദം പാട്ടിന്റെ ഈരടികളിൽ എപ്പോഴൊക്കെയോ കെട്ടുപിണഞ്ഞു കിടന്നു.